ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മ സന്യാസയോഗം 25-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ലഭന്തി ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാ, ഛിന്നദ്വൈതായതാത്മാന സർവബോധഹിതേരതാ. മലയാളം. സുഖദുഃഖങ്ങൾ കൈവിട്ടോ ഋഷികൾ പാപമറ്റവർ, എല്ലാവർക്കും നന്മ ചെയ്യുന്ന സംയതർ ബ്രഹ്മമർന്നിടും. ക്ഷീണകൽമഷാഹ, പാപം പുണ്യം ഇതെല്ലാം നീങ്ങിയവർ, അവരിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഛിന്നദ്വൈതാഹ, ഛിന്നദ്വൈതാഹ എന്ന് പറഞ്ഞാൽ രണ്ടാണ് എന്നുള്ള ഭാവമില്ല. പ്രപഞ്ചം വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭാവം നശിച്ചവർ. യദാത്മാനഹ, ആത്മസാക്ഷാര പ്രക്രിയകളിൽ മുഴുകിയവർ. സർവഭൂതഹിതേ, എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ. അതിൽ രഥാഹ, തൽപരന്മാരും ആയിട്ടുള്ള ഋഷയഹ, ഋഷികൾക്ക് ബ്രഹ്മനിർവാണം, പരമമായ മുക്തി ലഭന്തി, ലഭിക്കുന്നു. ഇപ്പോൾ ഒരു യോഗി തൻ്റെ അന്തരാത്മാവിനെ തിരിച്ചറിയുകയും പരമമായ ആനന്ദം നേടുകയും ചെയ്യുന്നു എന്നുള്ള തത്വം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. താനാണ്, ബ്രഹ്മമാണ് താൻ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. ആ യോഗികൾ ബ്രഹ്മാനന്ദം അനുഭവിച്ച് സന്തോഷിക്കുന്നു. ഇപ്പം ഇവിടെ ക്ഷീണകൽമഷാഹ, പാപങ്ങളൊക്കെ ഒടുങ്ങി, സംശയം ഒന്നുമില്ല. അതായത് നീ ഒരു തത്വം അംഗീകരിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി ആത്മസംയമനം നേടിയിട്ടുണ്ട്. അവർ എൻ്റേത് എന്ന് പറഞ്ഞല്ല പ്രവർത്തിക്കുന്നത്. അതിന് പകരം എല്ലാം ലോക നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ജീവികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികൾക്കാണ് ഈ ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തിയാണെങ്കിലും ഒരു സംശയം പാടില്ല നമ്മുടെ മനസ്സിൽ. അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചം വേറെ ഈശ്വരൻ വേറെ എന്നുള്ള സംശയം പാടില്ല. അതുള്ള ആൾക്കാർ ലൗകികന്മാരാണ്. ഇപ്പോൾ ഒരു യോഗിയുടെ ജീവിതവും ലൗകികൻ്റെ ജീവിതവും തമ്മിൽ ചെറിയൊരു കമ്പാരിസൺ പോലെയാണ്. ലൗകികന്മാരെപ്പോഴും എൻ്റെ സുഖം, എൻ്റേത് എന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അവർക്ക് ദുഃഖഭാവം കൂടും. എൻ്റേതെന്ന് ചിന്തിക്കാത്ത യോഗികൾക്ക് ഇതെല്ലാം ത്യജിച്ചു, എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമാണ് യോഗികൾ. അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗികൾക്ക് മാത്രമേ ഒരു ലോകക്ഷേമത്തിന് വേണ്ടി പ്രയത്നിക്കാനും കഴിയുള്ളൂ. ഇപ്പോൾ കർമ്മം യോഗത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് പല ശ്ലോകങ്ങളിലായിട്ട്, പല അധ്യായങ്ങളിലായിട്ട്. ഇപ്പോൾ കർമ്മങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ജ്ഞാനമുണ്ടാവുന്നു. യോഗികൾക്ക് ഇന്ദ്രിയ വിജയം, എല്ലാ ഇന്ദ്രിയങ്ങളെയും തങ്ങളുടെ വരുതിക്ക് വരുത്താനുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കുന്നു. ഇതെല്ലാം കിട്ടുന്നത് ഇതുപോലെ ജ്ഞാനികൾക്ക് മാത്രമാണ്. അവർ ജീവൻ മുക്തന്മാരാണ്. അവർക്ക് മാത്രമേ ലോകസേവനം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ എൻ്റേതെന്നില്ല, എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, എല്ലാവരും എൻ്റേതാണ്. അവർക്ക് ആരും അന്യരല്ല. ആ ഒരു തത്വം നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും. അറിയുന്നവർ അവരെ ഉദ്ധരിക്കാൻ, അതായത് ലോകത്തെ ഉദ്ധരിക്കാൻ, ആർക്ക് വേണമെങ്കിലും വിഷമം വന്നോട്ടെ, അവരെ ഉദ്ധരിക്കുക അല്ലെങ്കിൽ അവരുടെ വിഷമം മാറ്റിയെടുക്കുക, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള തത്വം അംഗീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതവർക്കൊരു അയ്യോ ഇത് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരുന്നില്ല. അത് ഈ യോഗികൾ ഈ ജനങ്ങളെ സേവിക്കുന്നത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു അധ്വാനമല്ല, അതവർക്കൊരു രസമാണ്, ഒരു വിനോദമാണ്.
അപ്പോൾ അവരുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഇതിനു വേണ്ടിയിട്ട് അവർ ചിലവാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് വിശ്രമിക്കുന്ന സമയത്ത് അവർ ധ്യാനം അനുഷ്ഠിച്ചുകൊണ്ടും ഇരിക്കും. ഇതിൻ്റെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ വഴികാട്ടിയാണെന്ന്. അപ്പം നമ്മളോടും കൂടെ ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവാതെ ഈ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് ജീവിച്ചു നോക്കൂ. എന്നിട്ട് സന്തോഷം വരുന്നില്ലെങ്കിലല്ലേ, ഇപ്പം നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും, ഷുവറാണ്, ഒരു സംശയവുമില്ല. ഒട്ടും പഠിക്കാതെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാം നമ്മൾ വളരെ വൃത്തിയായിട്ട് വളരെ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊരു പേടിയില്ല എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കൂ. എന്നിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിലല്ലേ എന്ന് കുട്ടികളോട് പറയുന്ന പോലെ പഠിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം കിട്ടുമല്ലയോ എന്ന്. അതേപോലെ ഇങ്ങനെ എല്ലാം കളത്യജിച്ച് ഒന്ന് ജീവിച്ച് നോക്കൂ, കൺട്രോൾ ചെയ്തിട്ട്. മുഴുവനായിട്ട് ത്യജിക്കാൻ ജ്ഞാനികൾക്കേ പറ്റുള്ളൂ, ലൗകികന്മാരായ നമുക്ക് പറ്റില്ല. എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്ത് ഒരു യോഗി എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കൂ. അപ്പം നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാവും. ഈശ്വരൻ എന്ന ഭാവമാണ് ഐശ്വര്യപൂർണ്ണമായിട്ട് മാറും. ഇനി 26ാമത്തെ ശ്ലോകം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. മലയാളം: കാമക്രോധം വെടിഞ്ഞുള്ളം തെളിഞ്ഞെല്ലാം ത്യജിച്ചവൻ ആത്മജ്ഞാനം ലഭിച്ചെന്നും ബ്രഹ്മാനന്ദമണഞ്ഞിടും. കാമക്രോധവിയുക്താനാം, കാമങ്ങളില്ല, ക്രോധങ്ങളില്ല, അതിൽ നിന്നെല്ലാം മുക്തി നേടി. യഥചേതസാം, മനസ്സിനെ നിയന്ത്രിച്ചവരെ, വിദിതാത്മനാം യതീനാം, ആത്മജ്ഞാനികളായ യതികൾക്ക്, അഭിതഃ, ചുറ്റും എല്ലാ സ്ഥലത്തും, ബ്രഹ്മനിർവാണം വർത്തതേ, അവരുടെ ചുറ്റിലും തന്നെ ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ മോക്ഷം നിലനിൽക്കുന്നു. ഇപ്പോൾ ലോക സേവനാർത്ഥമാണ് ഈ യോഗികൾ പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എന്താണോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം അവർക്ക് ചെയ്യാം. ഒരു മാറാരോഗങ്ങൾ വന്ന് ഉഴലുന്ന ആൾക്കാരെ സഹായിക്കാം, ദുഃഖിതരെ ആശ്വസിപ്പിക്കാം, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് പറ്റുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണോ അങ്ങനെ ജീവിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. നമ്മളുടെ സ്വാർത്ഥത നോക്കിയിട്ട് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് ജീവിക്കരുത് എന്നാണല്ലോ ഈ തത്വങ്ങളിൽ മുഴുവനും. മിക്കവാറും എല്ലാ ശ്ലോകങ്ങളുടെയും തന്നെ പരമ്പൊരുൾ അല്ലെങ്കിൽ അവസാനം അത് തന്നെയാണ് എത്തുന്നത്. ഞാൻ എൻ്റെ എന്നുള്ള സ്വാർത്ഥത നമ്മൾ വെടിയണം. അത് ചെയ്തു എന്നുള്ളത് കൊണ്ട്, മറ്റുള്ളവരെ സേവിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പ്രിൻസിപ്പിൾസ്, നമ്മളുടെ തത്വങ്ങൾക്ക് യാതൊരു മങ്ങലും ഏൽക്കുന്നില്ല. അപ്പം നമ്മൾക്ക് മറ്റുള്ളവർ വളരെയധികം വഴി തെറ്റിപ്പോകുന്ന ആൾക്കാർ, അല്ലെ, അത് സഹായിക്കലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാമല്ലോ ഈ സഹായം. അപ്പോൾ വഴി തെറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനൊരു വഴികാട്ടിയായിട്ട് മാറുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പോലും നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് കിട്ടുക. അപ്പോൾ ഈ ആൾക്കാരിൽ ഒരാളെ സഹായിച്ചു എന്നുള്ള നികൃഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പുനരുദ്ധരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവരുടെ മാലിന്യങ്ങൾ മുഴുവൻ ഈ ആളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ രോഗികളെ ഡോക്ടർ ചികിത്സിക്കുന്നുണ്ട്, പക്ഷേ ആ രോഗം ഡോക്ടർക്ക് കിട്ടില്ലല്ലോ. അതേപോലെയാണ് ഇനി നമ്മൾ ഈ ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നവർ ഈ കാമമില്ല, ക്രോധമില്ല, അതിൽ നിന്നെല്ലാം മുക്തി നേടിയവരാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയ നിഗ്രഹം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അവരെ പ്രലോഭിപ്പിക്കാൻ ഒട്ടും തന്നെ പറ്റില്ല, എത്ര ശ്രമിച്ചാലും പറ്റില്ല. അതിൽ നിന്നെല്ലാം അവർ മുക്തരായി. മനസ്സിനെ അലട്ടുന്ന ചിന്തകളെ അവരിൽ വന്നാലും ഒന്നും സംഭവിക്കില്ല, അവരതിനെയെല്ലാം ജയിച്ചു കഴിഞ്ഞു. അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നതാണ് വിദിതാത്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. അവർ ആത്മതത്വം സാക്ഷാത്കരിച്ചവരാണ് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയവരാണ്. അങ്ങനെ എത്തിയ ഒരാൾ സ്വതന്ത്രനാണ്.
സർവ്വത എല്ലാ സ്ഥലത്തും സർവത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ്. അവരപ്പോൾ എന്ത് കിട്ടും? അവർക്ക് ഒരു ബ്രഹ്മാനന്ദം കിട്ടും. എവിടെ? ഇഹം പരം. ഇഹത്തിലും പരത്തിലും എവിടെ വേണമെങ്കിലും, എവിടെ ആയാലും കുഴപ്പമില്ല, അവർക്ക് എപ്പോഴും ഒരു പരമമായിട്ടുള്ള ഒരു ആനന്ദം ലഭിക്കും. അപ്പം ഇതൊക്കെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾക്കും എന്തുകൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൂടാ എന്നാണ്. ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു തരികയാണ്. അപ്പോൾ അർജുനനോട് ഉള്ള ഒരു ഉപദേശമാണല്ലോ നമ്മളോടും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ച് നോക്ക്, എന്നിട്ട് അതിൽ നിന്ന് വ്യത്യാസം വരുമോ, വല്ലതും വരുമോ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് വല്ല വ്യത്യാസവും വരുമോ? ഒരാൾ നല്ലത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പഠിച്ചു നോക്കൂ, എന്നാലല്ലേ അറിയുള്ളൂ മാർക്ക് കിട്ടുമെന്ന്. അതേപോലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മൾക്ക് ധ്യാനമാണ് ആവശ്യം. ഒരു ലൗകികൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ആഗ്രഹങ്ങളിങ്ങനെ അല്ലേ, കാമങ്ങളിങ്ങനെ ഫലം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ എന്താ ഈ ചെടിയുടെ വേര് ആഴത്തിൽ പോയിക്കണ പോലെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം എത്ര പരിശ്രമിച്ചാലും ഇതെല്ലാം മറികടക്കുക എന്നുള്ള ഒരു കാര്യം, ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുണ്ട്. നമ്മൾ മഹർഷിമാർ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർക്ക് പോലും അതൊന്നും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ എന്താണ്, എന്നും ഇതെല്ലാം നമ്മൾ കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനുമായിട്ട് നിരന്തരമായിട്ട് സാമീപ്യം കിട്ടുന്ന ഒരു ഭക്തന് ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് എളുപ്പമുണ്ട്, കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ശരിയല്ലേ? നമ്മളിങ്ങനെ ആടി ഒലഞ്ഞ തോണിയെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറ്റി കിട്ടുകയാണെങ്കിൽ, ഒരു കച്ചിത്തുരുമ്പ് എന്ന് നമ്മൾ പറയുമല്ലേ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കയറി പിടിക്കും. അതേപോലെ ഭഗവാൻ അവിടെ കൈനീട്ടി നിൽക്കുന്നുണ്ട്, നമ്മളൊന്ന് ഭഗവാനോട് ചേരുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഭഗവാൻ നമ്മളെ എപ്പോഴും കൺട്രോൾ ചെയ്യും, എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ആ തത്വം നമുക്ക് വേണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനോടുള്ള അടുപ്പം കൂടുന്നു അല്ലേ. നമ്മളുടെ പരിചയക്കാരും അങ്ങനെ തന്നെ അല്ലേ. നമ്മളൊരു സുഹൃത്തിനെ ആദ്യം ഒന്ന് പഠിക്കും, അത് കഴിഞ്ഞ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ആളാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുപ്പം വരും. വീണ്ടും നമ്മൾ വീണ്ടും ദിവസവും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവർ നല്ലതാണ് എന്ന ബോധ്യം വരികയാണെങ്കിൽ നമ്മൾ അവർ ആത്മാർത്ഥ സുഹൃത്തായിട്ട് സ്വീകരിക്കും. അതേപോലെ ഇവിടെ നമ്മുടെ സുഹൃത്ത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനിലേക്ക് നമ്മൾ എത്രയും നമ്മൾ അടുക്കാൻ നോക്കുന്നോ അത്രയും നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അപ്പം അങ്ങനെ ചേർന്ന് ഭഗവാനോട് ചേർന്ന് നമ്മൾ ആത്മസാക്ഷാത്കാരത്തെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ കുറേശ്ശെ വെടിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവരെപ്പോഴും ഒരു സമാധിയിലിരുന്നിട്ടാണ് യോഗികളെപ്പോഴും ഈ ആത്മസാക്ഷാത്കാരം, അതായത് അവർക്കത് ഒന്നുമില്ല, ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയിട്ടും അവർ അറിയുന്ന പോലും ഇല്ല. അതേപോലെ തന്നെ നമുക്കും കൃഷ്ണനോട് അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ നിരന്തരമായ ധ്യാനം കൊണ്ട് ഭഗവാനിലേക്ക് ഇങ്ങനെ അടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ക്ലേശങ്ങൾ, ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും അതിൻ്റെ ഒരു ആഘാതം ഉണ്ടല്ലോ, ദുഃഖം എപ്പോഴും നമുക്ക് വളരെയധികം ആഘാതങ്ങൾ സൃഷ്ടിക്കും. അഗാധമായ ആഘാതം തന്നെ പറയാം, അങ്ങനെ സൃഷ്ടിക്കും. അതൊന്നും നമുക്ക് സാക്ഷാൽ ഭഗവാനിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആ പരമപുരുഷനിൽ മുഴുകിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ക്ലേശങ്ങളും നമ്മളെ തീണ്ടില്ല, അതായത് ഒരു ക്ലേശങ്ങളും നമുക്ക് അനുഭവപ്പെടില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മനിർവ്വാണം എന്ന് പറയുന്നത്. അപ്പോൾ കാമക്രോധങ്ങളൊക്കെ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം അല്ലെങ്കിൽ എപ്പോഴും യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്കാർക്ക് പരമപതി, അതായത് മുക്തി സുനിശ്ചിതമാണ്. എന്തായാലും തീർച്ചയായിട്ടും അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ യോഗിയായിട്ടുള്ള ആൾക്കാരിലേക്ക് ലൗകികനായിട്ടുള്ള ഒരാൾക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതിനെപ്പറ്റി വീണ്ടും അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗിയായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും അവസാനം അവരുടെ ധ്യാനത്തിൽ നിന്നും മറ്റ് പ്രവൃത്തികളിൽ നിന്നൊക്കെ അവർക്ക് ഒരു ആനന്ദം ലഭിക്കുന്നു. അപ്പോൾ ആ ആനന്ദം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രകാശത്തിൻ്റെ ചെറിയൊരംശം ഞാൻ ആസ്വദിക്കുന്നു എന്നവർ മനസ്സിലാക്കും. ആഗ്രഹങ്ങളില്ല, കാമമില്ല,
അപ്പോൾ ആഗ്രഹങ്ങൾ കാമമൊക്കെ ഒന്ന് തന്നെ, കാമമില്ല, അപ്പോൾ ക്രോധമില്ലെങ്കിൽ നമുക്ക് യാതൊരു വിഷാദവും സംഭവിക്കുന്നില്ല. വളരെ ആളിക്കത്തുന്ന ഒരു തീയാണ്, അതായത് കാമങ്ങളിങ്ങനെ പൊന്തി വരികയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ നമ്മൾ ഫയർഫോഴ്സ് ഉപയോഗിച്ചിട്ട് വെള്ളം ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. തീ ആളിക്കത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേറെ ശക്തിയിൽ നമ്മൾ വെള്ളം ചീറ്റി കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ തീ അവിടെ കെട്ടടങ്ങുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വരുതിക്ക് വരുത്തുകയാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണ്. അതിന് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ലൗകികനാണെങ്കിലോ നമ്മൾക്ക് യോഗിക്ക് ആനന്ദം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. പക്ഷേ ഒരു ലൗകികന് ആനന്ദം ലഭിക്കുമെങ്കിലും അത് താൽക്കാലികമാണ്, അത് നശിക്കും. എന്താണ് കാരണം? ഈ കാമങ്ങൾ കൊണ്ടാണ്. പുതിയ പുതിയ സുഖത്തെ തേടി പോകുന്നത് കൊണ്ടാണ് ഈ ലൗകികന് ആനന്ദം നശിക്കുന്നത്. കുറച്ച് നേരം കിട്ടും, അത് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ എപ്പോഴും ആനന്ദം ലഭിക്കണമെന്നില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാം കീഴടക്കി കഴിഞ്ഞാൽ അവർക്ക് മുക്തി പ്രാപിക്കാൻ എളുപ്പമാണ്. ഇനി വീണ്ടും അടുത്ത ശ്ലോകത്തിൽ 27-ാമത്തെയും 28-ാമത്തെയും ശ്ലോകത്തിലാണ് ധ്യാനയോഗത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമ്മളിപ്പം 26 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. അടുത്ത ദിവസം 27-ഉം 28-ഉം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാദ്മകൽപ്പേതുമിത്തമുത്ഥാപിതപൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.